ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കത്താൻ രണ്ടാമത്തെ വരനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കാം. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാരാ രാത്രി എന്തായി, കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. ഒരു മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഒരു വാക്യമാണത്. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് പ്രഭാതം വരുമ്പോൾ രാത്രി വരുന്നത്? പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, കാവൽക്കാരെ രാത്രി എന്തായി? അക്കാലത്ത് കാവൽക്കാരുണ്ടായിരുന്നു യെരൂശലേമിൻ്റെ ഗോപുരങ്ങളിൽ കാവൽക്കാരുണ്ടായിരുന്നു. ആരെങ്കിലും യെരൂശലേമിനെ നിരോധിക്കാൻ വരുന്നുണ്ടെങ്കിൽ, എതിർക്കാൻ, ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ കാവൽക്കാരൻ കാഹളമൂതി വിളിച്ചറിയിക്കണം. ശത്രു വരുന്നത് വിളിച്ചറിയിക്കണം. അത് കാവൽക്കാരൻ്റെ ചുമതലയാണ്. യെരൂശലേമിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരിയാക്കിയിരുന്നു. മതിലുകളിന്മേൽ അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം 6 വാക്യം വായിക്കുമ്പോൾ കാണാം. യെശയ്യാ 62:6 മതിലുകളിന്മേൽ കാവൽക്കാരിയാക്കിയിരിക്കുന്നു. ഈ കാവൽക്കാർ അവരുടെ ചുമതല വിശ്വസ്തയോടെ നിർവഹിക്കണം. കാരണം ഏതെങ്കിലും ശത്രു സൈന്യം വന്ന് നഗരത്തെ വളയുകയോ ആക്രമിക്കുകയോ ചെയ്താൽ വരുമ്പോൾ തന്നെ ആ ദൂരെ നിന്ന് കണ്ട് ഈ കാവൽക്കാരനെ വിളിച്ച് കാഹളമൂതി വിളിച്ചറിയിക്കണം. വായിക്കാം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കയില്ല. കാവൽക്കാര് മൗനമായിരിക്കരുത്, എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം, ഉറങ്ങിപ്പോകരുത്. ഒരാവും പകലൊരിക്കലും അവർ മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ദൈവത്തെ ഓർപ്പിക്കുക, യഹോവയെ ഓർപ്പിക്കുക, ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക, ദൈവത്തിൻ്റെ വഴികൾ ഓർപ്പിക്കുക. അത് സ്വസ്ഥമായിരിക്കാതെ ചെയ്യണം. കാവൽക്കാരുടെ ചുമതലയാണ്. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നു, കാവൽക്കാർ രാത്രി എന്തായി? ഓരോ യാമവും തീരുമ്പോൾ കാവൽക്കാരൻ ഉറക്കെ കാഹളമൂതി വിളിച്ചറിയിക്കണം. അതായത് 1-ാം യാമം കഴിഞ്ഞു. 6 മണി മുതൽ സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മണി മുതൽ 12 മണി വരെ 2-ാം യാമം, 12 മുതൽ 3 മണി വരെ 3-ാം യാമം, 3 മണി മുതൽ 6 വരെ 4-ാം യാമം. ഓരോ യാമത്തിൻ്റെ ആരംഭത്തിലും കാവൽക്കാരൻ വിളിച്ചറിയിക്കണം. കാഹളമൂതി ജനത്തെ വിളിച്ചറിയിക്കണം. രാത്രി ഉറക്കളച്ചിരുന്നുകൊണ്ട് വിളിച്ചറിയിക്കണം സമയം എത്രയായി. ഇതാണ് സമയം, വിളിച്ചറിയിക്കുന്നു. ഇവിടെ ചോദിക്കുന്നു, കാവൽക്കാര രാത്രി എന്തായി? സമയം എത്രയായി? കാവൽക്കാര രാത്രി എന്തായി? കാവൽക്കാര രാത്രി എന്തായി? സേയീരിൽ ഒരാൾ വിളിച്ചു ചോദിക്കുന്നു. ഒന്നുകൂടെ വായിക്കുമോ വാക്യം 21:11-12. കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. ഒരുത്തൻ സേയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. കാവൽക്കാരൻ മറുപടി പറയുന്നത് മനസ്സിലാകാത്ത ഒരു ഭാഷയാണ്. എന്താണ്? പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. കാവൽക്കാർ പറയുകയാണ്, ഇപ്പോൾ പ്രഭാതം വന്നു, രാത്രിയും വന്നിരിക്കുന്നു എന്ന്. പ്രഭാതം വരുമ്പോൾ രാത്രി പോയില്ലേ? പക്ഷേ കാവൽക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. പോയി വരുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. വാച്ച്മാൻ വാട്ട് ദ ടൈം, വാച്ച്മാൻ വാട്ട് ദ ടൈം, സമയം എന്തായി? കാവൽക്കാർ രാത്രി എന്തായി? സമയം എന്തായി? വാച്ച്മാൻ വാട്ട് ദ ടൈം, വാച്ച്മാൻ വാട്ട് ദ ടൈം. ഉടനെ മറുപടി വീണ്ടും ചോദിക്കുകയാണ്, ഹൗ മച്ച് ടൈം ഈസ് ലെഫ്റ്റ്? ഇനി നേരം വിളിക്കാൻ എന്തൊരു നേരമുണ്ട്? ഹൗ മച്ച് ടൈം ഈസ് ലെഫ്റ്റ്? വാട്ട് ദ ടൈം, വാട്ട് ദ ടൈം, ഹൗ മച്ച് ടൈം ഈസ് ലെഫ്റ്റ്? ഇനി എത്രമാത്രം സമയം ബാക്കിയുണ്ട് ഇനി ഈ രാത്രിക്ക്? വാച്ച്മാൻ റിപ്ലൈസ്, യുവർ ജഡ്ജ്മെൻറ്റ് ഡേ ഈസ് ഡോണിങ് നൗ. നിങ്ങളുടെ ന്യായവിധിയുടെ ദിവസം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. കാവൽക്കാരൻ മറുപടി പറയുകയാണ്, യുവർ ജഡ്ജ്മെൻറ്റ് ഡേ ഈസ് ഡോണിങ് നൗ. കാവൽക്കാരൻ മറുപടി പറയുകയാണ്, നിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ, നിൻ്റെ വിധിയുടെ, ന്യായവിധിയുടെ സമയം ഇതാ ആരംഭിക്കാൻ പോകുന്നു. യുവർ ജഡ്ജ്മെൻറ്റ് ഡേ ഈസ് ഡോണിങ് നൗ. അത് പുലരാൻ പോകുന്നു. വീണ്ടും പറയുകയാണ്, ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗീവ് യു ബെറ്റർ ന്യൂസ്. നിങ്ങൾ വേഗം ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ. മലയാള വേദത്തിൽ ആ വാക്യങ്ങളൊന്നും കിട്ടുന്നില്ല. ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗീവ് യു ബെറ്റർ ന്യൂസ്. നല്ല വാർത്തകൾ നിങ്ങൾക്ക് തരാൻ തക്കവണ്ണം നിങ്ങൾ വേഗം ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളൂ. നല്ല സുവാർത്തകൾ അറിയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തിലേക്ക് വേഗം തിരിഞ്ഞുകൊള്ളൂ. ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗീവ് യു ബെറ്റർ ന്യൂസ്. സീക്ക് ഫോർ ഹിം, ദൈവത്തെ അന്വേഷിപ്പീൻ. സീക്ക് ഫോർ ഹിം, ദൈവത്തെ അന്വേഷിപ്പീൻ. ആൻഡ് ദെൻ കം അഗെയിൻ, ദൈവത്തെ അന്വേഷിച്ചിട്ട് നിങ്ങൾ മടങ്ങി വരുവീൻ. ചോദിക്കുന്നത് കാവൽക്കാരനോട് ചോദിക്കുന്നത് സമയം എന്തായി എന്നാണ്. പക്ഷേ കാവൽക്കാരൻ മറുപടി പറയുമ്പോൾ
വിശദമായി പറയുകയാണ്. നിങ്ങളുടെ ന്യായവിധി നാഴിക പുലരാൻ പോകുന്നു. ഇതാ നേരം വെളുക്കുന്ന ന്യായവിധി ദിവസത്തിലേക്കാണ്. ജഡ്ജ്മെൻ്റ് ഡേ, ന്യായവിധി. ജഡ്ജ്മെൻ്റ് ഡേ ഈസ് ഡോണിങ് നൗ. ഇതാ ഇനി നേരം വെളുക്കാൻ പോകുന്നത് ന്യായവിധി നാഴികയിലേക്കാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ന്യായവിധി ഇനി വരുന്ന മരണശേഷമുള്ള ന്യായവിധി മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ന്യായവിധിയുണ്ട്. ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ വരുംകാല തലമുറ വഴിതെറ്റി പോകുന്നത് നമുക്ക് വരുന്ന ഒരു ന്യായവിധിയാണ്. നമ്മുടെ കുടുംബത്തിൽ ചില കേടുകളോ കെടുതികളോ വരുന്നത് നമുക്ക് വരുന്ന ന്യായവിധിയാണ്. നമ്മുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്നത് നമുക്ക് വരുന്ന ന്യായവിധിയാണ്. തൊഴിലില്ലാതെ അലയേണ്ടി വരുന്നത് നമുക്ക് വരുന്ന ന്യായവിധിയാണ്. നല്ല കാര്യങ്ങൾ പലതും ആഗ്രഹിച്ച് നാം പുറപ്പെട്ടു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. വഴിയെല്ലാം മുട്ടിപ്പോകുന്നു, വഴി മുടങ്ങിപ്പോകുന്നു, നമ്മുടെ ഉദ്യോഗങ്ങൾ വിഫലമായി തീരുന്നു. അത് ന്യായവിധിയാണ്. എന്നാൽ ഈ ഭൂമിക്ക് തന്നെ ഒരു ന്യായവിധി വരാൻ പോകുന്നു. ഭൂമിക്ക് തന്നെ. അതാ ഈ പ്രവാചകൻ തന്നെ പറയും 24-ാം അധ്യായത്തിൽ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. 24-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കൂ. 17-ാം വാക്യം വായിക്കുമ്പോൾ ഈ ഭൂമിക്ക് ഒരു ന്യായവിധി വരാൻ പോകുന്നുണ്ട്. ഈ ഭൂമി, ഇന്ന് താമസിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, മനോഹരമായ കെട്ടിടങ്ങളുണ്ട്, നല്ല നല്ല വീടുകളുണ്ട്, നല്ല ശില്പ സൗന്ദര്യമുള്ളതായ നല്ല ഉത്തുംഗ ഗോപുരങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കത്തിപ്പോകും. എല്ലാം കത്തിപ്പോകും. എല്ലാം തകിടം മറിഞ്ഞു പോകും. വായിക്കാം 24-ന്റെ 17-ാം വാക്യം. ഭൂവാസിയെ, പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. കുഴിയിൽ നിന്ന് കയറിയാൽ രക്ഷ കിട്ടുകയില്ല, പിന്നെ കെണിയാണ്. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഉയരത്തിന്റെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി കുലുക്കങ്ങൾ, ഭൂകമ്പങ്ങൾ, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. പൊടുപൊടെ പൊട്ടുന്നു. ഭൂമി കിറുകിറെ കീറുന്നു. ഭൂമി കിറുകിറെ കീറുന്നു. ഭൂമി കിടുകിട കിടങ്ങുന്നു. ഭൂമി കിടുകിട പിടയ്ക്കുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. കാവൽ മാടം പോലെ ഭൂമി ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. ഭൂമിയുടെ അകൃത്യം ഭൂമിയുടെ മേൽ ഭാരമായിരിക്കുന്നു. അതിൻ്റെ അകൃത്യം ഭൂമിയുടെ മേൽ ഭാരമായിരിക്കുന്നു. ഈ ഭൂമിയിൽ അകൃത്യം, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ അകൃത്യം ഭൂമിക്കൊരു ശാപമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമി പൊടുകൂടെ പൊട്ടുകയും കിറുകിറെ കീറുകയും ചെയ്യുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽമാടം പോലെ ആടുന്നു. വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. ഭൂമിയിലുള്ള ന്യായവിധിയാണ്. വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു. അനേകം ആളുകൾ കൂട്ടത്തോടെ മരിക്കാനിട വരുന്നു. വലിയ വലിയ കെടുതികൾ പല ദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിക്ക് ന്യായവിധി വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. അതുതന്നെ പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോഴും കാണാം. എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഈ തിരുവചനത്തിൽ വള്ളിയും പുള്ളിയും മാറുന്നില്ല. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം അതേപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാർ അവർ ദൈവത്തിൻ്റെ അരുളപ്പാടിൽ വെച്ച് പറഞ്ഞത് ആ വാക്യങ്ങളെല്ലാം അതേപടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വൈക്കോൽ തീയിലിടുമ്പോൾ പെട്ടെന്ന് കത്തി തീരുന്നതുപോലെ പെട്ടെന്ന് എല്ലാം കത്തിപ്പോകും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. വേരും ശേഷിക്കില്ല, കൊമ്പും ശേഷിക്കുകയില്ല. ഭൂമിക്ക് അടിയിലുള്ളതൊന്നും ശേഷിക്കുകയില്ല. അതും എന്തുപോകും. ഭൂമിയുടെ മീതെയുള്ളതെല്ലാം എല്ലാം എന്തുപോകും. ആ വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവർ ദഹിപ്പിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും പത്രോസ്ലീഹ പറയുകയാണ്. 2000-ഓളം വർഷം മുമ്പ് പത്രോസ്ലീഹ എഴുതി വെച്ചു. എത്ര വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ്ലീഹയുടെ പുസ്തകം 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകിയും. മൂലപദാർത്ഥങ്ങൾ മിനറൽസ്, മെറ്റൽസ് ആൻഡ് സോൾട്ട്സ് എല്ലാം, മൂലപദാർത്ഥങ്ങൾ ഭൂമിയടിയിലുള്ള എല്ലാം കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമിയിലുള്ള പണിപ്പാടുകളും എല്ലാം വെന്തുപോകുകയും ചെയ്യും.
ഇങ്ങനെയവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. സംഭവിക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം, നിങ്ങൾ എത്ര ഭക്തിയുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ മഹാനാശം നിങ്ങൾക്ക് വരാൻ പോകുന്നു. തിരുവചനം മുൻകൂട്ടി നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരികയാണ്, വ്യക്തമായ ചില മുന്നറിയിപ്പുകൾ. ദൈവത്തിന് സ്തോത്രം. ഭൂമിമേൽ ന്യായവിധി വരും. ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ഗന്ധകവും തീയും വർഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഗന്ധകവും തീയും വർഷിക്കും. 18-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും. സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി, ഭൂമി നിലവിളിക്കുകയാണ്, ദൈവത്തോട് നിലവിളിക്കുകയാണ്. സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി, അവിടെയുള്ള ജനങ്ങൾ പാപം ചെയ്യുന്നതുകൊണ്ട് ദേശം കരയുകയാണ്. സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി നിമിത്തം അവരുടെ പാപം അതികഠിനവുമാകുന്നു. അവിടെയുള്ള ജനത്തിന്റെ പാപം അതികഠിനവുമാകുന്നു. ദേശം നശിക്കാൻ പോകുന്നു. ദൈവം മുൻകൂട്ടി പറയുകയാണ്. ദേശത്ത് ഇന്ന് മൊറാലിറ്റി ഇല്ല, സാൻമാർഗികത്വമില്ല. തീരെ കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി ഇന്ന് പലതരത്തിലുള്ളതായ അപകടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ നാം വിചാരിക്കും 10-12 വയസ്സുള്ള പെൺകുട്ടിയും 10-14 വയസ്സുള്ള ആൺകുട്ടിയും അവനെന്ത് പാവം ചെയ്യാനാണെന്ന്. ഞാനങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് ചില കുട്ടികൾ വന്ന് അവരുടെ പാവം ഏറ്റുപറയേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇന്ന് ചെറുപ്പക്കാരായ കുട്ടികൾ, അപ്പനും അമ്മയും അറിയില്ല. ആ കുട്ടി ചെയ്ത കാര്യങ്ങൾ അപ്പനോട് അമ്മയോട് പറഞ്ഞാൽ ഇല്ല, എൻ്റെ മോനത് ചെയ്യില്ലെന്ന് പറയും, എൻ്റെ മോളത് ചെയ്യില്ലെന്ന് പറയും. കാരണം വീട്ടിൽ നല്ല പിള്ളേരാണ്. പക്ഷേ ആ പിള്ളേർ സ്കൂളിൽ ചെന്നാൽ പിന്നെ കാണിക്കുന്ന വിക്രികൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും കൊണ്ട് വേറൊരു പേര്, അവർ കുട്ടികളുടെ ഗ്രൂപ്പ് ഒരു പേരുണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ മൊബൈൽ ഫോൺ കൊണ്ടുള്ളതായ കളി മൂലം എത്രമാത്രം അപകടങ്ങളിലേക്കാണ് നമ്മൾ കൊച്ചുകുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കോളേജിലേക്ക് വരുമ്പോൾ അത് കൂടി വന്നിട്ട് ഓരോ മരത്തണലിലും ഓരോ പേര് കാണും. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്കൊക്കെ പുതുമയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടത് ഒരു അമ്മ എന്നോടെന്ന് പറഞ്ഞതാണ്. പിള്ളേർ ഇന്ന് അവർ പെൺകുട്ടികൾ ആൺകുട്ടികളെയും ആൺകുട്ടികൾ പെൺകുട്ടികളെയും അടിക്കുന്നു, കളിയായിട്ട് അടിക്കുകയാണ്. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ പോയി കഴിഞ്ഞ് വന്നവരല്ലേ. പക്ഷെ നമുക്കിന്ന് മനസ്സിലാവുകയില്ല എത്രമാത്രം അക്രമത്തിലേക്കും അഴിമതിയിലേക്കും അശുദ്ധിയിലേക്കും കൊള്ളരുതാത്ത ജീവിതത്തിലേക്കുമാണ് നമ്മൾ കുഞ്ഞുങ്ങൾ വഴുതി പോകുന്നത്. ന്യായവിധിയാണത്, ന്യായവിധി. മക്കളുടെ മേൽ ന്യായവിധി വരുന്നു. മക്കളുടെ ജീവിതം നാനാവിധമായി പോകുന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല. നാട്ടിൽ വരുമ്പോൾ മോനങ്ങ് ഒരു പക്ഷേ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ പഠിക്കുന്ന കുട്ടി നാട്ടിൽ വരുമ്പോൾ മധുവായിൽ കയറും, തൂക്കുറ്റി വീശും. നല്ല ഭയഭക്തിയോടെയാണ് തൂക്കുറ്റി വീശുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ടോ, അവിടെ ചെന്നിട്ട് അവനൊരു ഗേൾ ഫ്രണ്ടുണ്ട്. ഗേൾ ഫ്രണ്ടിനെയും ബൈക്കിൻ്റെ പുറകിൽ ഇരുത്തിക്കൊണ്ട് രാത്രി ഊരിയുറ്റുകയാണ്. പിന്നെ ഏതോ ഒരു മുറിയിൽ രാത്രി കിടന്നിട്ട് പിറ്റേന്ന് വെളുപ്പാൻ കാലത്ത് ഈ പെൺകുട്ടിയെ ഹോസ്റ്റലിലാക്കി കൊണ്ടുപോയാക്കും. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. പാവം അപ്പനും അമ്മയൊന്നും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അക്രമം പെരുകുന്നു. ഭൂമിമേൽ ന്യായവിധിയാണ്, വ്യക്തികളുടെ മേൽ ന്യായവിധിയാണ്, കുടുംബത്തിന്മേൽ ന്യായവിധിയാണ്, നമ്മുടെ മക്കളിന്മേൽ ന്യായവിധിയാണ്. ന്യായവിധി വരാൻ പോകുന്നു, ഭയങ്കരമായ ശിക്ഷാവിധികൾ വരാൻ പോകുന്നു. യുവർ ജഡ്ജ്മെൻ്റ് ഡേ ഈസ് ഡോണിങ് നൗ. നിൻ്റെ ജഡ്ജ്മെൻ്റ് ഡേ, നിൻ്റെ ന്യായവിധി ദിവസം ഇതാ ഡോണിങ് നൗ. അത് പുലരാൻ പോകുന്നു, അത് പ്രഭാതമാകാൻ പോകുന്നു, അത് പ്രഭാതമാകാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? നിങ്ങൾക്ക് ഇവിടെയുള്ള അധ്യാപകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ചിന്തിച്ചാൽ കൊള്ളാം. ഇന്നത്തെ അധ്യാപകർ പോലും പലരും ഇങ്ങനെയുള്ള കുട്ടികൾ തമ്മിലുള്ളതായ ഈ കേളി രംഗങ്ങളെല്ലാം അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അതാണ് സങ്കടകരമായ കാര്യം. അധ്യാപകരതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതെല്ലാം മാനുഷിക ചോദനകളിലെ, മാനുഷികമായ ചില പ്രത്യേകതകളിലെ അതിനെയൊക്കെ തടയുന്നത് എന്തിനാണെന്ന് പോലും ചോദിക്കുന്ന അധ്യാപകരുണ്ട് പോലും. കേട്ടാൽ ഭയം തോന്നും. ഞാൻ 42 കൊല്ലം അധ്യാപകവൃത്തി ചെയ്ത മനുഷ്യനാണ്. 9 കൊല്ലം വടവൂർ രാജശ്രീ സ്കൂളിലും, പിന്നെയുള്ള 33 കൊല്ലം ഞാൻ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലും അധ്യാപകനായി ജോലി ചെയ്ത ആളാണ്. ഞാൻ ഭയത്തോടെ പറയുന്നു, കോളേജിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു അനേകം നല്ല ബുദ്ധിയുള്ള കുട്ടികൾ നശിക്കുന്നത്.
ഞാൻ കണ്ടു നല്ല കോമളന്മാരായ നല്ല കോമളത്വമുള്ള യുവതി യുവാക്കൾ അധപ്പതിച്ചു പോകുന്നു, നശിക്കുന്നത്, പഠനം പോകുന്നത്, ജീവിതം താറുമാറായി പോകുന്നത് ഞാൻ കണ്ടു. എന്നാൽ അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ചില രജത ദീപങ്ങൾ, നല്ല വെള്ളി വിളക്കുകൾ ചിലയിടത്തുണ്ട്. ചിലർ നന്നായിട്ട് നിൽക്കുന്നവരുണ്ട്, ശരിയായി നിൽക്കുന്നവരുണ്ട്. ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കുടുംബത്തിന്മേൽ ന്യായവിധി വരും, മക്കളുടെ മേൽ ന്യായവിധി വരും, കുടുംബത്തിന്മേൽ നമുക്ക് നികത്താനാവാത്ത നഷ്ടങ്ങൾ വരും, പിന്നെ തിരിച്ച് നികത്തിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ കുഴപ്പങ്ങൾ വരും. ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ന്യായവിധി വരും. യുവർ ജഡ്ജ്മെൻറ്റ് ഈസ് ഡോണിങ് നൗ. ഭൂമിയിൽ ന്യായവിധി വരും. ഹോശേയ പ്രവചന പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കൂ. ഹോശേയ പ്രവചന പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഭൂമിയിൽ വരുന്ന ന്യായവിധി എങ്ങനെയാണ് വരുന്നു പറയുന്നു. ഭൂമിയിൽ ന്യായവിധി വരുന്നു. കാവൽക്കാരെ രാത്രി എന്തായി, കാവൽക്കാരെ രാത്രി എന്തായി എന്ന് സെയീരിൽ വിളിച്ചു ചോദിക്കുന്നു. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. പ്രഭാതം. യുവർ ജഡ്ജ്മെൻറ്റ് ഈസ് ഡോണിങ് നൗ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഹോശേയ 4:1. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോടൊരു വ്യവഹാരമുണ്ട്. ഈ ദേശത്തെ നിവാസികളോട് ദൈവത്തിന് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദേശത്ത് സത്യമില്ല, ദൈവമില്ല, ദൈവപരിജ്ഞാനവുമില്ല, പരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, മനുഷ്യർ ആണയിടുന്നുണ്ട്, ഭോഷ്ക് പറയുന്നു, നുണ പറയുന്നുണ്ട്, കൊല ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നുണ്ട്, മോഷ്ടിക്കുന്നു, മോഷണം നടത്തുന്നുണ്ട്, വ്യഭിചരിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നുണ്ട്, വീട് മുറിക്കുന്നു, ഭവനഭേദനങ്ങൾ നടത്തുന്നു, വീട് മുറിക്കുന്നു, കവർച്ച, ഭവനഭേദനങ്ങൾ നടത്തുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു, കൊലപാതകത്തോട് കൊലപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ഇതെല്ലാം ദേശനിവാസികൾക്ക് ഈ കുഴപ്പങ്ങൾ വരുന്നുണ്ട്. ദേശം ദുഃഖിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട കാര്യമാണ്. ദേശം ദുഃഖിക്കുന്നു. ദേശം കരയുകയാണ്. ഭൂമി കരയുകയാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടാൽ മനസ്സിലാകുമോ? ഭൂമി കരയുകയാണ്. ഹബക്കൂക്ക് പ്രവചന പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഈ മരത്തിൻ്റെ തുലാം, മുകളിൽ കേട്ടിരിക്കുന്ന മരത്തിൻ്റെ മരപ്പണികൾ കരയുന്നു. ചുമരുള്ള ഭിത്തിയിലെ കല്ലുകൾ കരയുന്നു. എന്താണത്? ആ മുറിയിൽ നടന്ന ദുഷ്ടതകളും, ആ മുറിയിൽ നടന്ന ക്രൂരതകളും, ആ മുറിയിൽ നടന്ന ഹീനതകളും അതെല്ലാം കണ്ട് ആ മുറിയുടെ ഭിത്തികൾ കരയുന്നു. ഈ ഒരു കാലത്ത് ന്യായവിധി ദിവസത്തിലേക്ക് വരുമ്പോൾ ഈ ഭിത്തികൾ ഒന്ന് സാക്ഷ്യം പറയും, ആ അന്തരീക്ഷം ഒന്ന് സാക്ഷ്യം പറയും. അന്ന് ന്യായവിധി ദിവസത്തിൽ ആ മരപ്പണി ഇതൊന്ന് സാക്ഷ്യം പറയും. ഹബക്കൂക്ക് പ്രവചന പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറഞ്ഞത്? എല്ലാം വചനത്തിലെ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? നല്ല ഗൗരവബോധത്തോടെയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്, ഭയത്തോടു കൂടിയാണ് പറയുന്നത്. വലിയൊരു നാശം വരാൻ പോകുന്നു. ഒരു സാൻമാർഗികമായ അധപതനത്തിന് നെല്ലിപ്പല കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് സാൻമാർഗികത്ത് അധപതിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് കഴുകിയെടുത്തു. നോഹയുടെ കാലത്ത് വെള്ളം, ഭയങ്കരമായ വെള്ളപ്പൊക്കം, ഭൂമി മുഴുവനും കഴുകിയെടുത്തു. കാരണം ഭൂമിയിൽ അഴുക്ക് നിറഞ്ഞു, മനുഷ്യൻ്റെ അകൃത്യം കൂടി, അവരുടെ ഹൃദയവിചാരങ്ങൾ വഷളത്വമുള്ളതായി തീർന്നു. അന്ന് ദൈവം ശിക്ഷാവിധി അയച്ചു, ഭൂമിയെ വെള്ളം കൊണ്ട് കഴുകിയെടുത്തു. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി ഈ ഭൂമിയെ തീ കൊണ്ട് കഴുകാൻ പോവുകയാണ്. ഭൂമി തന്നെ ഇല്ലാതായി പോകാൻ പോവുകയാണ്. ഈ ഭൂമി തകർന്നു പോകാൻ പോവുകയാണ്. നിങ്ങൾ ഭയപ്പെടാൻ പറയുകയല്ല, ഇത് സത്യമാണിത്, വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്കിത് ബോധ്യം വന്നില്ലെങ്കിൽ, ഇത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് കുറച്ച് കേട്ടതായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു അനർത്ഥം വരാൻ പോകുന്നു. ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഇന്ന് രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടും സാമുദായിക വിപ്ലവം കൊണ്ടും സാമുദായികമായ വഴക്കുകൾ കൊണ്ടും കലഹങ്ങൾ കൊണ്ടും എല്ലാം മനുഷ്യ മനസ്സ് ചേർത്തിരിക്കുന്നു. പാവിയുടെ രക്ഷ എന്നുള്ളത് മനുഷ്യന് വിഷയമല്ലാതായിരിക്കുന്നു. സഭകളും സമുദായങ്ങളും എല്ലാം കണ്ണടച്ചിരിക്കുന്നു, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ഇന്ന് അതിവേഗം ജാഗ്രതയോടുണ്ടെന്ന് ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കരയേണ്ട കാലമാണ്. നിങ്ങൾ ഉപവാസത്തോടുകൂടി രട്ടെടുത്തുകൊണ്ട് കരയുമെന്നാണ് യോവേൽ പ്രവചനം പറയുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങൾ പോയെങ്കിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ കരച്ചിലോടും വിലാപത്തോടുകൂടി എങ്കിലേക്ക് തിരിയുകയെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട്, ഹൃദയം കീറി കരഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. ഇതൊന്നും സാധാരണപ്പെട്ട ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പഴയതുപോലെ ഇന്നതുപോലെ നാളെയും എന്നല്ലാതെ അതിനപ്പുറം വലിയൊരു നാശം വരാൻ പോകുന്ന ആരും അറിയുന്നില്ല. വലിയൊരു നാശം വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യുവർ ജഡ്ജ്മെൻറ്റ് ഈസ് ഡോണിങ് നൗ. ജഡ്ജ്മെൻറ്റ്, നിൻ്റെ ന്യായ ദിവസം ഇതാ വരാൻ പോകുന്നു. ഇയ്യോബ് 31:38 വായിക്കാം. ഇയ്യോബ് 31:38.
എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ? നിലവിളിക്കുന്നു. ആ ഭൂമിയിൽ ഉഴുത് കൃഷി ചെയ്യുന്നവൻ അവൻ നിലവിളി കേൾക്കുന്നു. ഭൂമിയുടെ നിലവിളിയാണ് കേൾക്കുന്നത്. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുന്നു. അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരകുകയോ ചെയ്തുവെങ്കിൽ? എൻ്റെ ചാലുകൾ ഒരുമിച്ച് കരയുന്നു. എന്താണ് കാരണം? ഭൂമിയിൽ നടന്ന അകൃത്യം, അവിടെ വരമ്പ് മാറ്റി, അതിർത്തി മാറ്റി, അവിടെ കൊള്ളകൾ നടത്തി, അവിടെ പലതരത്തിലുള്ള സൂത്രങ്ങൾ ചെയ്തു, തന്ത്രപൂർവ്വം പാവപ്പെട്ടവൻ്റെ ഭൂമി കൈവശമാക്കി. ഇങ്ങനെയെല്ലാം ഇന്ന് ആ മനുഷ്യൻ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉഴച്ചാലുകൾ കരയുന്നു. ദൈവത്തിന് സ്തോത്രം. 1 ഭൂമിയിൽ ന്യായവിധി. 2 ദൈവത്തിന് സ്തോത്രം തലമുറകളുടെ മേൽ ന്യായവിധി. തലമുറകൾക്ക് ഞാനൊരു പാപം ചെയ്താൽ ഞാൻ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ പോരാ, എൻ്റെ മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മക്കളും മക്കളുടെ മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പുറപ്പാട് 20-5 വാക്യം. പുറപ്പാട് 5 സംഖ്യാപുസ്തകം 14-17. നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ദൈവമായ യഹോവയെ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. മക്കൾ വഴിതെറ്റി പോകുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇതെൻ്റെ തെറ്റാണല്ലോ കർത്താവേ, എൻ്റെ പാവമാണല്ലോ, ഞാനാണല്ലോ ഉത്തരവാദി. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ സന്ദർശിക്കും. സംഖ്യാപുസ്തകം 14-17, പുറപ്പാട് 34-7. യഹോവ ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് വളർന്ന് നല്ല ഓജസ്സോടെ വന്ന തറവാടുകൾ മുടിഞ്ഞു പോകുന്നത്? ഒരു കാലത്ത് നല്ല ഉയർന്ന നിലവാരത്തിൽ വന്നതായിരുന്നു. നാട്ടിൽ നല്ല പ്രതാപമുള്ള കുടുംബമായിരുന്നു. പക്ഷേ ഒരു തലമുറക്കാലം കഴിഞ്ഞപ്പോഴേക്കും അത് അധപതിച്ചു പോകുന്നു. എന്താണ് കാരണം? പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. വീണ്ടും പുറപ്പാട് 34-7, ആവർത്തനം 5-9. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. കൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ആവർത്തനം 5-9. നിന്റെ ദൈവമായ യഹോവയെന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും 3-ാമത്തെയും തലമുറ മക്കളുടെ മേൽ സന്ദർശിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് ഇതെല്ലാം. ഒരു വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ അല്പം ഇഷ്ടക്കുറവുണ്ടായാൽ അത് മക്കളെ ബാധിക്കും. അപ്പനും അമ്മയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വഴക്കുണ്ടാകുകയോ അല്ലെങ്കിൽ ഭിന്നിച്ച് ഹൃദയത്തോടെ ഇരിക്കുകയോ ചെയ്താൽ അത് മക്കളുടെ സ്വഭാവത്തെ ബാധിക്കും, അവരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കും. അവരുടെ പഠനം മുടങ്ങിപ്പോകും, വേണ്ടതുപോലെ പഠിക്കാൻ പറ്റുകയില്ല. അപ്പനും അമ്മയും ഒരു ഹൃദയമായിരിക്കണം. പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേൽ വരും, മക്കളുടെ മക്കളുടെ മേൽ വരും. ഓർത്തുകൊള്ളുക, നമ്മുടെ തലമുറ മുടിഞ്ഞു പോകാതിരിക്കാൻ, വരുംകാല തലമുറകൾ മുടിഞ്ഞു പോകാതിരിക്കാൻ മക്കളെ നിങ്ങൾ ദൈവവഴിയിലേക്ക് തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ, കുരുന്നു പ്രായത്തിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിക്കുക. അവരെ ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നയിക്കുക. അവരെ ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുക. അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. അവരെ സ്നേഹത്തോടെ മധുരമായ അടുക്കൽ ചേർത്തിരുത്തി അവരിൽ ലാളിച്ചുകൊണ്ട് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആദ്യം കയറി ശിക്ഷിക്കാൻ തുടങ്ങരുത്, കഠിനമായി ശിക്ഷിക്കരുത്. മക്കളെ ശിക്ഷിക്കുകയല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹമാണ്. മക്കൾക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കുക. സ്നേഹം അവരുടെ തെറ്റ് മറച്ചു വയ്ക്കുന്നതല്ല, തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സ്നേഹം. അങ്ങനെ നിങ്ങൾ മക്കളെ നന്നാക്കിയെടുക്കാൻ നോക്കണം. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. അപ്പനും അമ്മയും അനുഭവിക്കാത്ത ഒരു ആത്മീയം മക്കൾക്ക് കിട്ടുകയില്ല. അപ്പനും അമ്മയ്ക്കും ഇല്ലാത്തതായ ആത്മീയം മക്കൾ കിട്ടുകയില്ല. അപ്പനും അമ്മയും സ്നേഹത്തിൽ വിശുദ്ധിയിൽ തികഞ്ഞവരായി നിൽക്കണം. നല്ല അനുഗ്രഹീതമായ സമാധാനമുള്ളൊരു കുടുംബമായിരിക്കും നമ്മുടേത്. തലമുറകളുടെ മേൽ ന്യായവിധി വരും. യിരെമ്യാ 32:18. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം വാക്യം. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ന്യായവിധി, ദേശത്തിന്മേൽ ന്യായവിധി, ഭൂമിയിൽ ന്യായവിധി, തലമുറയുടെ മേൽ ന്യായവിധി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവം കോപിക്കുന്ന ദൈവമല്ല, ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. സ്നേഹമാണ്.
നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുറിയിൽ ഒരുപക്ഷെ മെഴുകുതിരി എത്തിച്ച് വെച്ചിരിക്കുമ്പോൾ കറണ്ടില്ല, ലൈറ്റ് തെളിയുന്നില്ല, മെഴുകുതിരി എത്തിച്ച് വെച്ചിരിക്കുമ്പോൾ ഒരു വയസ്സുള്ള കുട്ടി പയ്യെ വെച്ച് നിന്ന് അല്ലെങ്കിൽ മുട്ടിൽ മേൽ ചെന്ന് ആ തീയിൽ പിടിക്കാൻ ചെന്നാൽ നിങ്ങൾ ഉടനെ കൈ തട്ടി മാറ്റില്ലേ? എന്തുകൊണ്ട്? കുട്ടിയോട് കോപം ഉണ്ടായിട്ടില്ല. മോനെ കൈ പൊള്ളും, മോനെ കൈ പൊള്ളും, മോളെ കൈ പൊള്ളും എന്നാ പറയുന്നത്. കൈ പൊള്ളാനല്ല, പൊള്ളാതിരിക്കാനാ. കർത്താവിൻ്റെ വചനം അങ്ങനെയാണ്. നമുക്ക് ഉപദേശം തരികയാണ്, സ്നേഹത്തിൻ്റെ ഉപദേശം തരികയാണ്. നമ്മൾ നന്നാക്കിയെടുക്കാനായിട്ട്, നമുക്ക് കർത്താവിന് രണ്ടാമത്തവരിന് വേണ്ടി നമ്മളെ ഒരുക്കാനായിട്ട് ദൈവം നമുക്ക് സ്നേഹത്തിന് ഉപദേശം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. എന്താണത്? പ്രഭാതം പ്രകാശമുള്ളതാണ്. പ്രഭാതം വെളിച്ചമുള്ളതാണ്. പ്രഭാതം നല്ല അരുണാഭയുള്ളതാണ്, നല്ല ശോഭയുള്ള പ്രഭാതം. ഇലത്തലപ്പുകളിൽ ചെറിയ മഞ്ഞും കണികകൾ അത് തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. പ്രഭാതം ഒരു ഇളങ്കാറ്റുള്ളതാണ്. പ്രഭാതം സന്തോഷപ്രദമായൊരു പ്രഭാതമാണ്. എന്നാൽ രാത്രിയോ? രാത്രി ഇരുളാണ്, രാത്രി യാതനയാണ്, രാത്രി കഷ്ടതയാണ്. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. യുവർ ജഡ്ജ്മെൻറ്റ് ഡേ ഈസ് ഡോണിങ് നൗ. ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗീവ് യു ബെറ്റർ ന്യൂസ്. ടേൺ അഗെയിൻ ടു ഗോഡ് സോ ദാറ്റ് ഐ ക്യാൻ ഗീവ് യു ബെറ്റർ ന്യൂസ്. വേഗം ദൈവത്തിലേക്ക് തിരിഞ്ഞുള്ളൂ. പ്രഭാതം വേണമെങ്കിൽ, പ്രകാശം വേണമെങ്കിൽ, സമാധാനവും സന്തോഷവും വേണമെങ്കിൽ, ജീവിതത്തിൽ ഉല്ലാസം വേണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സംതൃപ്തി വേണമെങ്കിൽ വേഗം ദൈവത്തിലേക്ക് തിരിഞ്ഞുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കാൻ വന്ന ഈ ദൈവമക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവാണ് ഈ ജനത്തെ കൂട്ടി വരുത്തിയതെന്ന് വിശ്വസിക്കുന്ന കർത്താവേ. ഈ ജനത്തിന് ആവശ്യമുള്ള വചനം അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ആവശ്യക്കാർക്ക് അതിൻ്റെ സ്വർഗീയമന്ന അവിടുന്ന് വിഭാഗിച്ച് കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ കർത്താവേ. പുറം തലോടി തടവി തരുന്ന ക്രിസ്തുവിൻ്റെ വാത്സല്യമുള്ള കാര്യങ്ങളെ ആശ്ലേഷിക്കണമേ കർത്താവേ. നാഥ, അവിടുന്ന് ഓരോരുത്തരുടെ അരികിലേക്ക് വന്ന് അവരുടെ ആവശ്യങ്ങളൊന്ന് കാണണമേ കർത്താവേ. ഇന്ന് വന്നിരിക്കുന്ന ഈ മക്കളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിക്കുന്ന അത്യന്തം ശോഭനമായ അനുഭവം ലഭിക്കുമാറാകണമേ. ക്രിസ്തു ഹൃദയത്തിലുള്ളവരായി ഇന്ന് എഴുന്നേറ്റ് പോകാൻ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.